അന്തരിച്ച നടൻ സലിംകുമാറിന് വിട നൽകുകയാണ് നാട്. സലിംകുമാറിന്റെ പൊതുദർശനം പറവൂർ ടൗൺ ഹാളിൽ പൂർത്തിയായി. മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലേക്ക് കൊണ്ടുപോകും. മുഖ്യമന്ത്രി വി ഡി സതീശനും സിനിമാരംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ സലിംകുമാറിന് അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3:30 വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. ഷീന മാർട്ടിൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷീന, ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയായി. 1 മണിവരെയായിരുന്നു ആദ്യം പൊതുദർശനം പറഞ്ഞിരുന്നത്. 1 മണിക്കൂർ വൈകിയാണ് അവസാനിപ്പിക്കുന്നത്. വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയോ? വിവരങ്ങൾ എങ്ങനെയാണ്? ജിന, ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ആംബുലൻസ് എല്ലാം സജ്ജമായി കഴിഞ്ഞു. പക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ വലിയ തിരക്കാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വലിയ തിരക്ക് ഹാളിനകത്ത്. എന്താ ശരി, സംസാരിച്ചോളൂ. ഹോളിനകത്ത് തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഹോളിനകത്ത് തന്നെ വലിയ തിരക്കാണ്. പുറത്ത് നല്ല മഴയാണ്, ശക്തമായ മഴയാണ്. 1 മണിയാണ് പൊതുദർശനത്തിനായുള്ള സമയം പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ 2 മണി കഴിഞ്ഞു. പക്ഷേ ഈ മഴയത്തും അത്രയധികം ജനത്തിരക്ക് പുറത്ത് സലിംകുമാറിനെ ഒരു നോക്ക് കാണാനായി, തന്റെ പ്രിയപ്പെട്ട നടനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി നിരവധി ആളുകൾ, നാട്ടുകാരായാലും അത്രയധികം പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരും എത്തിച്ചേരുകയാണ്. ഈ അകാല വിയോഗം ഇപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഒരു നാട് മുഴുവനുള്ളത്. മുഖ്യമന്ത്രിയുടെയും അതേപോലെ തന്നെ സലിംകുമാറിന്റെയും നാടാണ്. ആ ഒരു ആത്മബന്ധം കൂടി പറവൂരിന് സലിംകുമാറിനോടുണ്ട്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം, രാഷ്ട്രീയത്തിലും സിനിമാ മേഖലയിലും വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്നയാളായിരുന്നു. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരമായി അർപ്പിക്കാനും എത്തുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ്. ഇടയ്ക്കെപ്പോഴോ മഴയൊന്ന് തണുത്തിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു ഇടവേളകളില്ലാതെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ടൗൺ ഹാളിന്റെ പരിസരവും നിറയെ ആളുകൾ, നിറയെ മനുഷ്യർ അവസാനമായി ഒന്ന് നോക്ക് കാണാനായി എത്തുന്നതാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പ്രിയ സുഹൃത്തുക്കളടക്കം നിരവധി ആളുകളാണ് എത്തിയത്. എപ്പോഴും മൃതദേഹം ടൗൺ ഹാളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയ രാവിലെ 9-ന് ഈ ഹാളിലേക്ക്, ഈ പറവൂരുള്ള ഈ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചതാണ്. മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം മന്ത്രിമാർ, MP മാർ അടക്കമുള്ളവരും ഇവിടെ എത്തിയിരുന്നു.